ഇന്ന് ആ സ്പോട്ടിലേക്ക് അതിൻ്റെ തൊട്ട് 10 മീറ്റർ മുന്നേയും തിരഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ വീണ്ടും ഇന്ന് അവർ തിരഞ്ഞപ്പോൾ ഇന്ന് അവിടുന്ന് സ്മെല്ല് കിട്ടിയത് കാരണം ഇവരത് ചെക്ക് ചെയ്തതാണെന്നാണ് നമ്മളോട് പോലീസ് ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുള്ളത്. അവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സ്റ്റീപ്പാണ്, പക്ക അവിടെ നിന്നൊരു വെർട്ടിക്കൽ ആയിട്ടുള്ളൊരു സ്റ്റീപ്പാണ്. ആ സ്റ്റീപ്പിൻ്റെ താഴെയാണ് കുട്ടി കിടക്കുന്നത്. വ്യൂ പോയിന്റ് അപ്രോക്സിമേറ്റ്ലി അറൗണ്ട് ഒരു 100 meters, അറൗണ്ട് 300 feet, 300 to 350 feet താഴെ ഉണ്ടാവും. മേലെന്ന് താഴെ ആയിരിക്കും. പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ കുടുങ്ങിയിട്ടല്ല, പാറക്കൂട്ടങ്ങളുടെ അവിടെ ഒരു രണ്ട് വെള്ളം കൂടി വരുന്ന രണ്ട് ചാല് പോലുള്ളതുണ്ട്, രണ്ട് പാറയുടെ. അതിനും ആ ചാല് വരുന്നതിൻ്റെ ആ ചാലിൻ്റെ ഒരു ജസ്റ്റ് ഒരു 10 അടി ടുവേർഡ്സ് സൗത്ത് ഈസ്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ടുവേർഡ്സ് സൗത്താണ്. അല്ല, ഇവർ ഇവിടെ വന്ന് ഹംപിയിൽ നിന്ന് വന്ന് ഇവിടെ എത്തിയതിന് ശേഷം ഞാനും എൻ്റെ സുഹൃത്തും സത്യനും കൂടിയിട്ടാണ് ഇത് അറിഞ്ഞപ്പോൾ അന്നേ ദിവസം രാത്രി അവിടെ നിന്ന് ഒരു 10-10:30 ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ പിറ്റേ ദിവസം രാവിലെ എത്തി. ഡ്രോൺ ഒരു പ്രധാനമായിട്ടും ഒരു പോലീസ്, ഫയർഫോഴ്സ്, പിന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ, അതേപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇവർ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റും ആൾക്കാരുണ്ടായിരുന്നു. വളരെ വൃത്തിക്ക് അവർ തിരയുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ഡ്രോണ് ഒരു 3-4 ഡ്രോൺ വെച്ചിട്ട് തിരയുന്നുണ്ടായിരുന്നു. അതിൽ തെർമൽ ഇമേജിങ്ങുള്ള ഡ്രോണുണ്ട്, IR ഉള്ളതുണ്ട്, നോർമൽ ആയിട്ടുള്ളതുണ്ട്. അത് മൂന്നും കൂടി ഒന്നിലായിട്ടുള്ള ഡ്രോൺ വെച്ചിട്ട് അവരൊരു 2-3 കിലോമീറ്റർ ദൂരം അവർ തിരഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ കാണാൻ പറ്റിയില്ല, ആ ഒരു ഏരിയയിലേക്ക് എത്താൻ പറ്റിയില്ല. ഇന്ന് ആ സ്പോട്ടിലേക്ക് അതിൻ്റെ തൊട്ട് 10 മീറ്റർ മുന്നേയും തിരഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ വീണ്ടും ഇന്ന് അവർ തിരഞ്ഞപ്പോൾ ഇന്ന് അവിടുന്ന് സ്മെല്ല് കിട്ടിയത് കാരണം ഇവരത് ചെക്ക് ചെയ്തതാണെന്നാണ് നമ്മളോട് പോലീസ് ഒഫീഷ്യൽസ് പറഞ്ഞിട്ടുള്ളത്.